കേരളത്തിൽ ഇസ്ലാമോഫോബിയ ഏറ്റവും അധികം പടർത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടി, സംഘപരിവാറിന് വേണ്ടി ആ ജോലി ചെയ്യുന്ന പാർട്ടിയുടെ പേര് CPM എന്നായതുകൊണ്ടാണ് വടകരയിൽ ഇത്ര വലിയ വർഗീയ കാർഡ്. അവിടെ നടന്ന പ്രചരണത്തിന്റെ വിശദാംശങ്ങളൊക്കെ നിങ്ങൾ വടകരയിൽ പ്രവർത്തിച്ച മാധ്യമ സുഹൃത്തുക്കളോട് ചോദിക്കും, നിങ്ങളുടെ സ്നേഹിതന്മാരോട് ചോദിക്കും. പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് വീട് വീടാന്തരം കയറി വോട്ട് ചോദിച്ചത് ഉൾപ്പെടെ. ശ്രീ ഷാഫി പറമ്പിലിനെ കേരളീയ പൊതുസമൂഹത്തിൽ എത്ര കാലമായി ജനപ്രതി എന്ന നിലയിൽ തന്നെ അറിയാം. അതേ ജയിച്ചു വന്ന മണ്ഡലത്തിന്റെ ഡെമോഗ്രഫി ആണ്, അവിടുത്തെ സോഷ്യോ പൊളിറ്റിക്സ് ആണ്. അങ്ങനെ ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്ന ഒരാളെ നാളിതുവരെ കേട്ടിട്ടില്ലാത്തൊരു ആക്ഷേപം. ഒന്നാം ഘട്ടത്തിൽ ഇവരെന്താ പറഞ്ഞത്? ഒന്നാം ഘട്ടത്തിൽ ഒരു മാധ്യമ സ്ഥാപനത്തിൽ വന്നൊരു വാർത്തയുടെ പശ്ചാത്തലത്തിൽ മുസ്ലിം ഐഡന്റിറ്റി ഇഷ്യൂസിൽ ഒന്നും ഇടപെടാത്ത ഒരാളാണ്, അവിശ്വാസിയായ ആളാണ് എന്നുള്ളതായിരുന്നു ആദ്യത്തെ കാലത്ത്. ഞാൻ ചോദിക്കുന്നത്, നമുക്കൊരു തെരഞ്ഞെടുപ്പിൽ ഒരു 7 വർഷമായി അധികാരത്തിലിരിക്കുന്ന ഒരു സർക്കാരിന്റെ പ്രതിനിധി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും ഒരു ഭരണനേട്ടവും പറയാനില്ലാതെ നരേന്ദ്രമോദിയുടെ മാതൃകയിൽ വർഗീയത മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നത് രാഷ്ട്രീയ പാപ്പരത്വം. അപ്പൊ അതുകൊണ്ട് ഇസ്ലാമോഫോബിയയുടെ കേരളത്തിലെ നമ്പർ വൺ കാരിയേഴ്സ് അത് വേറെ ആരുമല്ല, RSSന് വേണ്ടി ആരും കൂടി ഞാൻ പറഞ്ഞതിനകത്ത് കൃത്യമായ വ്യക്തതയുണ്ടല്ലോ. ഇസ്ലാമോഫോബിയ കേരളത്തിൽ പടർത്തുന്ന നമ്പർ 1. ഇസ്ലാമോഫോബിയ എന്താണെന്ന് അങ്ങേക്കും അറിയാമല്ലോ. ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. അതാണല്ലോ നമ്മളിവിടെ കണ്ടത്. ഞാൻ ഒരു പച്ചക്കൊടി കാണുമ്പോൾ ഇങ്ങനെ ഹാലമായിരുന്നു. ലീഗിന്റെ ഒരു പച്ചക്കൊടി കാണുമ്പോൾ എന്താ പ്രശ്നം? ഷാഫി പറമ്പിൽ വോട്ട് ചെയ്ത ആളുകൾ പാകിസ്ഥാനിലേക്ക് പോകണം. ഈ പറഞ്ഞു വിടാനാണ് ശ്രീലങ്കയിലോട്ട് പോയോക്കത്തില്ല, നേപ്പാളിലോട്ട് പോയോക്കത്തില്ല. BJP കാരൻ പറയുന്ന അതേ ഭാഷ തന്നെ പാകിസ്ഥാനിലേക്ക് പോകും. അതെന്ത് വാചകമാണ്? എവിടെ മാറ്റി? അതായത് നിങ്ങൾ ഈ പച്ചക്കൊടിയുടെ കാര്യം പറയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങളൊരു തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് മത്സരിക്കുന്നത്, എങ്ങനെയാണ് പ്രചരണം നടത്തുന്നത്? ഞാൻ വയനാട്ടിൽ പങ്കെടുത്ത പരിപാടികൾ എത്രയോ പടങ്ങൾ നിങ്ങൾക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ, താങ്കളുടെ ചോദ്യം പ്ലേസ് ചെയ്തല്ലോ. ഞാൻ ശ്രീ സച്ചിൻ പൈലറ്റും ഞാനും പങ്കെടുത്തൊരു പരിപാടി, ആ പരിപാടി വയനാട്ടിൽ വെച്ച് നടത്തുമ്പോൾ നിങ്ങളിപ്പോ വാർത്തകളാണല്ലോ പറയുന്നത്. ഞാൻ ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ തന്നെ എന്റെ പശ്ചാത്തലത്തിൽ മുഴുവൻ പച്ചക്കൊടിയുള്ളത്. ആ കൊടി കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഹാരമില്ല. ആ കൊടിയുടെ രാഹുൽ ഇരിക്കുന്ന ഇവിടെ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് കൊടി ഉപയോഗിക്കരുത് വയനാടിൽ. രാഹുൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനല്ലേ, KPCC അധ്യക്ഷന്റെ ചാർജ് ഉണ്ടായിരുന്ന MM ഹസൻ ഇതേ കസാരയുടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞാണ് വയനാട് കൊടി ഉപയോഗിക്കുന്നത്. ആരെയാണ് വിശ്വസിക്കേണ്ടത്? രാഹുലിനെയാണോ? ഞാൻ കണ്ട കാര്യമല്ലേ പറയുന്നത്. ഞങ്ങൾ വിശ്വസിക്കേണ്ട KPCCയുടെ താൽക്കാലിക അധ്യക്ഷനാണോ അത് രാഹുലിനെയാണോ? നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞത് വയനാട്ടിൽ പച്ചക്കൊടി ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫോട്ടോ കാണിക്കാം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദ്യം മാറ്റുകയാണ്. രാഹുൽ ഗാന്ധി വരുമെന്നോട്ട് വരുന്നില്ല, രാഹുൽ മാങ്കൂട്ടം പോയ രാഹുൽ ഗാന്ധി വരുമെന്നോട്ടില്ല. നിങ്ങളെല്ലാവരും വളരെ സിമ്പിൾ ആയ ചോദ്യം. ഞാൻ മറുപടിയാണല്ലോ പറഞ്ഞത്. അതായത് നിങ്ങളുടെ ആരോപണം എന്താ? നിങ്ങൾ പറഞ്ഞ എലിഗേഷൻ എന്താ? ഈ പച്ചക്കൊടി പച്ചക്കൊടിയോട് ഞങ്ങൾക്കൊരു ഹാലുമില്ല. പച്ചക്കൊടിയുടെ ഹാലുള്ളത് ആർക്കാ? പച്ചക്കൊടിയുടെ ഹാലുള്ളത് ആർക്കാ? ഞങ്ങൾക്കാണോ ഹാലുള്ളത്? ഞങ്ങൾക്കൊരു ഹാലുമില്ല. ഞാൻ പറഞ്ഞത് ഇപ്പൊ പച്ചക്കൊടിയുടെ പാർട്ടി ഏതാ? പച്ചക്കൊടി ഉപയോഗിക്കുന്ന പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ഞങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് ആ കൊടി അയിത്തമാണെന്ന് പറയുമ്പോൾ അത് യുക്തിക്ക് നിരക്കുന്നതാണോ? ഒരു കാര്യത്തിൽ സന്തോഷമുള്ളത് ഞങ്ങൾ കാരണം വർഷങ്ങളായി ആ പാവപ്പെട്ട INL പോക്കറ്റിനകത്ത് ചുറ്റി വെച്ചിരുന്ന കൊടി ഇത്തവണ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. സാധാരണ നമ്മള് ഇടതുപക്ഷത്തിൽ ഒരു പരിപാടിയിൽ INL കൊടി കാണാറുണ്ട്. വർഷങ്ങളായി കൊടി ഉയർത്തിയ ലീഗ് ഈ പ്രാവശ്യം പോക്കറ്റിൽ നിങ്ങൾ കൊടി വെക്കേണ്ട വന്നില്ല. ലീഗ് കൊടി ഉയർത്തിയതിന്റെ ചിത്രം ഞാൻ തരാം നിങ്ങളോട്. കൊടി ഉയർത്തിയതിന്റെ ചിത്രം ഞാൻ കാണിക്കാം. വയനാട്ടിൽ നടത്തിയ പ്രചരണത്തിന്റെ
ഗാന്ധി പങ്കെടുത്ത പ്രോഗ്രാമിന്റെ അത് രാഹുൽ ഗാന്ധി ഹാലുള്ളതുകൊണ്ടാണ്. രാഹുൽ ഗാന്ധിക്ക് ഹാലുണ്ടെങ്കിൽ ഇന്ത്യൻ യൂണിയൻ രാഹുൽ ഗാന്ധിക്ക് ഹാലുണ്ടെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കൂടെ നിൽക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രാഹുൽ ഗാന്ധി ഈ പങ്കെടുക്കുന്ന രാജ്യത്തുള്ളോ രാഹുൽ ഗാന്ധി പങ്കെടുത്ത വോട്ട് കാണിക്കും. രാഹുൽ ഗാന്ധി വയനാട്ടിലെ സ്ഥാനാർത്ഥി പങ്കെടുക്കുന്ന പരിപാടിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധിക്ക് ഹാലാണെന്നുള്ളതൊക്കെ താങ്കൾ പറഞ്ഞ അതേ രീതിയിൽ പറഞ്ഞു. വലിയ റോഡ് ഷോയിൽ രാഹുൽ ഗാന്ധിയുടെ വലിയ റോഡ് ഷോയിൽ ഈ ലീഗിന്റെ പതാക അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും പാർട്ടി ഇപ്പൊ ശരി നിങ്ങൾ പറയുന്ന വാദത്തെ നമുക്ക് അംഗീകരിക്കാം. ഇപ്പൊ CPM ചെയ്തിരുന്നത് പോലെ CPM-ന്റെ കൊടി, CPI-യുടെ കൊടി, അല്ലെങ്കിൽ CPM-ന്റെ കൊടി, CPI-യുടെ കൊടി, പിന്നെ അവരുടെ മറ്റു ഘടകകക്ഷികളുടെ എല്ലാം കൊടി അതെല്ലാം ഉപയോഗിക്കുകയും INL-ന്റെ കൊടി ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്നതിനകത്ത് അസ്വാഭാവികതയുണ്ട്. രാഹുൽ ഗാന്ധി വന്ന പരിപാടിയില് ഏതെങ്കിലും പാർട്ടിയുടെ കൊടി ഉണ്ടായിരുന്നു. നിങ്ങൾ പറയുന്നത് ഞാൻ രാഹുൽ ഗാന്ധി കൊടികളോട് രാഹുൽ ഗാന്ധി വരുമ്പോൾ കൊടി വേണമോ വേണ്ടായോ? രാഹുൽ ഗാന്ധിയുടെ പ്രചരണങ്ങൾ എങ്ങനെയാണ് നമ്മളാണ് തീരുമാനിക്കുന്നത്. പത്തനംതിട്ടയിൽ നടന്ന പ്രസ് കോൺഫറൻസ് നിങ്ങൾ പറയുന്നത് ശരിയാണ്. നിങ്ങൾ പറയുന്നത് ഞാൻ ശരിയായിട്ട് ഇനി രാഹുൽ ഗാന്ധി എവിടെ കൊടി ഞാൻ പറയുന്നത് പൂർത്തീകരിക്കട്ടെ. രാഹുൽ ഗാന്ധി വരുന്ന പരിപാടിയിൽ ബാക്കി എല്ലാവരുടെയും കൂടിയുണ്ട്. കേരള കോൺഗ്രസിന്റെ കൂടിയുണ്ട്. ലീഗിന്റെ മാത്രമില്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിനോടൊപ്പം ആ ചോദ്യം ഞാൻ റേസ് ചെയ്യാം. എന്താണ് ആ തെരഞ്ഞെടുപ്പിൽ എന്താണ് കൊടി ആ പ്രത്യേക പ്രചരണത്തിൽ കൊടി ഉപയോഗിക്കാതിരുന്നത് എനിക്കറിയില്ല. അല്ല അത് അന്വേഷിക്കാം. വയനാട്ടിൽ കൊടി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. കൊട്ടിക്കലാശത്തിലടക്കം കൊടി എനിക്കറിയില്ല. രാഹുലേ, ലോകത്ത് മുഴുവനുള്ള എല്ലാ വിഷയവും അറിയാം. പക്ഷെ വയനാട്ടിൽ കൊടി ഉപയോഗിക്കാത്ത കാരണം മാത്രം രാഹുലിന് അറിയാം. എനിക്ക് ലോകത്തോടെ എല്ലാ വിഷയം അറിയാം. അല്പസമയം മുമ്പ് അന്ന് CPM-ന്റെ എല്ലാ വിഷയം പറയുന്നത് ലോകത്തോടെ എല്ലാ വിഷയം എല്ലാ വിഷയം പറഞ്ഞു. ലോകത്തോടെ എല്ലാ വിഷയം അറിയുന്ന ആളല്ലേ? ഇത് വളരെ ലോകത്തോടെ എല്ലാ വിഷയം അറിയുന്ന പതാക നെഞ്ചോട് ലോകത്തോടെ എല്ലാ വിഷയം അറിയുന്ന ആളല്ലേ? നിങ്ങൾ പതാക നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പ്രസ്ഥാനമാണോ? പതാകകളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പ്രസ്ഥാനമാണോ കോൺഗ്രസ്? ആണോ? ഇത്ര പറയൂ. ഇത്രയുണ്ടോ അങ്ങേക്ക് തന്നെ? അല്ല അല്ല, നിങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതാണെന്നാണ് M.M. ഹസൻ പറഞ്ഞത്. അങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പ്രസ്ഥാനം പതാക ഉപേക്ഷിക്കുന്ന കാരണം സംസ്ഥാന അധ്യക്ഷന് പറയാൻ കഴിയുന്നില്ലെങ്കിൽ BJP-യെ പേടിച്ച് കൊടി മാറ്റിയ പ്രസ്ഥാനമാണ് നിങ്ങളുടെ. സഹോദര BJP പേടിച്ചു എന്ന് പറയും. അല്ല, നിങ്ങൾ റീസൺ പറഞ്ഞാൽ മതി. അല്ല, നിങ്ങൾ റീസൺ പറയൂ. ചോദ്യം ബേസ് ചെയ്തില്ല, ഉത്തരം വേണ്ടേ? പറയൂ. BJP ആർക്ക് പേടി? BJP പേടിക്കുന്ന ഒരാളുടെ പേര് പറഞ്ഞാൽ പിണറായി വിജയൻ. അതുകൊണ്ടാണല്ലോ അത് പറയട്ടെ. ഞാൻ പൂർത്തീകരിക്കട്ടെ. ശ്രീജിത്ത് ഇങ്ങനെ അസ്വസ്ഥപ്പെടാതെ. പിണറായി വിജയന്റെ കേസൊക്കെ നമ്മൾ റിപ്പോർട്ടറായ ശ്രീജിത്ത് പിണറായി വിജയന് പേടി എന്റെ മറുപടി പറയാം. BJP പേടിച്ചു എന്ന് പറയുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഈ രാജ്യത്ത് BJP അയോഗ്യനാക്കിയ പാർലമെന്റ് പേരെന്താ? എന്താ പേര്? AM ആരിഫ് എന്നാണ്.